നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒപ്പം ഷെയർ ചെയ്യുവാനും മറക്കരുത്. ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. വൃശ്ചിക രാശിയിൽ വരുന്നതായ തൃക്കേട്ട നക്ഷത്രക്കാരിലെ രാശിയുടെ അധിപനായിരിക്കുന്നതായിട്ടുള്ള ചൊവ്വ മാസത്തിൻ്റെ ആരംഭത്തിൽ 7ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നുണ്ട്. ഈ സമയത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. എന്നാൽ മാർച്ച് മാസം 12-ാം തീയതി ചൊവ്വ ജന്മരാശിയുടെ അഷ്ടമഭാവത്തേക്ക് വരുന്നതുകൊണ്ട് ഈ സമയം അനുകൂലമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് മാർച്ച് മാസം 12-ാം തീയതിക്ക് ശേഷം തൃക്കേട്ട നക്ഷത്രക്കാർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടൊരു സമയമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഈ സമയത്ത് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കണം. കൂടാതെ ധാരാളമായിട്ടുള്ളതായ യാത്രകൾ വരുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. അതുകൊണ്ട് ഈ സമയത്ത് വരുന്നതായ അനാവശ്യമായിട്ടുള്ള യാത്രകളെയൊക്കെ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ദീർഘദൂര യാത്രകളിലായാലും അസമയത്തുള്ളതായ യാത്രകളിലൊക്കെ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട്. 5ാം ഭാവത്തിലാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം ജന്മരാശിയിലേക്ക് നോക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് ഈ സമയത്ത് ആത്മീയമായിട്ടുള്ള ആഗ്രഹങ്ങളും ഈശ്വര ബന്ധവും കൂടുതലായിട്ട് വർദ്ധിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ മാർച്ച് മാസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാനും കൂടാതെ ഉപരിപഠനത്തിന് പോകുവാൻ താല്പര്യമുള്ളവരിലും അതിനുള്ളതായിട്ടുള്ള അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ മാർച്ച് മാസത്തിൽ. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ കിട്ടുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. കുടുംബത്തിലാണെങ്കിലോ സന്താനങ്ങൾ മൂലം കൂടുതലായിട്ടുള്ള സന്തോഷവും അതുവഴി ഉയർച്ചയും കാണുന്നുണ്ട് ഈ സമയത്ത്. അതിഥി സൽക്കാരങ്ങൾ വേണ്ടിവരുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. 5ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി ജന്മരാശിയിലേക്ക്, ഭാഗ്യസ്ഥാനത്തേക്ക്, ലാഭസ്ഥാനത്തേക്ക് എല്ലാം വരുന്നതുകൊണ്ട് ഈ മാർച്ച് മാസത്തിൽ ഭാഗ്യപരമായിട്ടുള്ള ശ്രേയസ് കൂടാതെ ദൈനംദിന ജീവിതത്തിലും തൊഴിൽ രംഗങ്ങളിലും ലാഭകരമായിട്ടുള്ളതായ ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു മാസമായിട്ട് കാണുന്നുണ്ട്. 5ാം ഭാവത്തിൽ ഉച്ചബലത്തോടു കൂടി നിൽക്കുന്നതായ 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ മാർച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ വിവാഹ സംബന്ധമായിട്ട് ആലോചനകൾ ചെയ്തു വന്നിരുന്നതായ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതായ പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനുള്ളതായ സാധ്യതയും കാണുന്നുണ്ട് ഈ സമയത്ത്. വിശേഷിച്ച് ഭാര്യാഭർത്തൃബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ളതായ സ്നേഹവും ആത്മബന്ധവും കാണുക വഴി കുടുംബത്തിലും സന്തോഷവും സമാധാനവും കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, മാർച്ച് മാസം 12-ാം തീയതി ശുക്രൻ 6ാം ഭാവമായിട്ടുള്ളതായ ശത്രുഭാവത്തേക്ക് വരുന്നത് കൊണ്ട് 6ാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള രാഹുവുമായിട്ട് യോഗം ചെയ്യുന്നത് കൊണ്ട് ഈ സമയത്ത് അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥാവിശേഷത്തെ പറയുന്നില്ല.
അതുകൊണ്ട് മാർച്ച് മാസം 12-ാം തീയതിക്ക് ശേഷം തൃക്കേട്ട നക്ഷത്രക്കാർ അവരവരുടെ ദൈനംദിന ജീവിതത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് ഭാര്യാഭർത്തൃബന്ധങ്ങളിൽ യാതൊരു വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നത വരാതെയും നോക്കേണ്ടതാണ്. കൂടാതെ ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥകളെയും ക്ഷീണാവസ്ഥകളെയും മനസ്സിലാക്കിക്കൊണ്ട് ചിട്ടയായിട്ടുള്ളതായ ഒരു ജീവിത അനുഷ്ഠാനങ്ങളും പ്രത്യേകിച്ച് ഭക്ഷണ ക്രമീകരണങ്ങളും വ്യായാമശീലവും ഒക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ഈ സമയത്ത് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ യാതൊരു വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നത വരാതെയും ശ്രദ്ധിക്കണം. മാർച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ കർമാധിപനായിരിക്കുന്നതായിട്ടുള്ള സൂര്യൻ 4-ാം ഭാവമായിട്ടുള്ളതായ ശത്രുഗ്രഹമായിട്ടുള്ളതായ ശനീശ്വരനോട് ചേർന്നു നിൽക്കുന്നത് അനുകൂലമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലായാലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് തൊഴിൽ സംബന്ധമായിട്ട് സഹായികളുമായിട്ട് ഈ സമയത്ത് യാതൊരു വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നത വരാതെയും നോക്കേണ്ടതാണ്. ഏതൊരു കാര്യമായാലും ആലോചന കൂടാതെ ഈ സമയത്ത് തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്നതിൽ നിന്നും ഒഴിവാകുന്നത് വളരെ നല്ലതാണ്. കൂടാതെ വളരെയധികം പണച്ചിലവ് വരുന്നതായ കാര്യങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു മാസം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. ബുദ്ധി വൈഭവത്തോടു കൂടിയിട്ട് വിവേകപൂർവം മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, മാർച്ച് മാസത്തിൻ്റെ 2-ാമത്തെ പകുതിയിൽ ബുധൻ നീചരാശിയിലേക്ക് വരുന്നുണ്ട്. ശുക്രനാണെങ്കിൽ 6-ാം ഭാവത്തേക്ക് വരുന്നുണ്ട്. ചൊവ്വ അഷ്ടമഭാവത്തിലേക്ക് വരുന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സമയത്ത് അവതാര വിഷ്ണുവെങ്കിൽ ഭഗവാന് കദളിപ്പഴവും താമരമുട്ടും നെയ്യും ഭഗവാന്റെ നടയിൽ സമർപ്പിക്കുന്നതും ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവതാര വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് കദളിപ്പഴം സമർപ്പിക്കുന്നതും താമരമുട്ട് സമർപ്പിക്കുന്നതും നെയ്യ് സമർപ്പിക്കുന്നതും ഹനുമാനാണെങ്കിൽ അവിൽ നിവേദ്യം ചെയ്യുന്നതും വടമാല ചെയ്യുന്നതൊക്കെ ഐശ്വര്യമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത്. ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്യുന്നതും അന്നപൂർണേശ്വരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതൊക്കെ ഈ മാർച്ച് മാസത്തിൽ അനുകൂലമായിട്ടാണ് കാണുന്നത്.